പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കലന്തൻ ബഷീർ എന്ന പേര് നിങ്ങൾ കേൾക്കുന്നതിനൊക്കെ വളരെ മുമ്പ് കേട്ട് വളരെ വർഷത്തെ പരിചയമുള്ള വളരെ അടുത്തൊരു സുഹൃത്തായ കലന്തൻ ബഷീർ അഭിനയം തൊഴിലായി കണ്ട് അഭിനയിക്കാൻ വേണ്ടി ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ വലിയ വലിയ വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബഷീറിനെ കാണുന്ന കായംകുളം കൊച്ചുണ്ണിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ, നസീർ സാറിൻ്റെ കായംകുളം കൊച്ചുണ്ണിയല്ല, നിങ്ങൾ വിചാരിക്കും അത്രയും സീരിയലാണെന്നല്ല കേട്ടോ. കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സീരിയൽ, അതിനകത്ത് കലന്തൻ ബഷീർ അങ്ങനെ പരിചയപ്പെടുമ്പോൾ കലന്തൻ ബഷീറിൻ്റെ കഥകൾ കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സീരിയൽ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും എത്ര സീനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കാറ്. പക്ഷേ നമ്മൾ കായംകുളം കൊച്ചുണ്ണിയിൽ ചോദിക്കുന്നത് എത്ര ഫൈറ്റ് ഉണ്ട് എന്നാണ്. കാരണം ഒരു ഡയലോഗ് പറഞ്ഞാൽ അടുത്ത അടിയാണ്. വില്ലൻ വേഷം ചെയ്യുന്നവർക്കൊക്കെ ഇടിയോടിടി പൂരി അടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇടിയൊക്കെ കൊണ്ടിങ്ങനെ തളർന്ന് ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകളായിരുന്നു ഞങ്ങളെ രസിപ്പിച്ചിരുന്നത്, ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നത്. ബഷീറിൻ്റെ റിയൽ ലൈഫിലെ കഥകൾ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നു. അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബഷീർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്നു. ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ മകൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. മകനാണ് അതിനകത്തൊരു മെയിൻ വേഷം ചെയ്യുന്നത്. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യത്തിൽ റോഷൻ്റെ കൂടെ ബഷീറിനെ കാണുന്നു. അപ്പം തൻ്റെ അഭിനയ മോഹം, അതിൻ്റെ സാഫല്യം, അതിൻ്റെ ഒരു ഇത് വരുത്തുന്നത് മകനിലൂടെ. ഗംഭീര വേഷമായിരുന്നു. ദൃശ്യം മലയാള സിനിമയിൽ ആദ്യത്തെ 50 കോടി കടന്ന് അതിലും വലിയ ഒരു മലയാള സിനിമയിലെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ബഷീറിൻ്റെ ആഗ്രഹങ്ങൾ ബഷീർ സഫലീകരിച്ച മകനിലൂടെ. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ബഷീർ കുറേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഗംഭീര ഷോർട്ട് ഫിലിം. ഞാൻ ചോദിച്ചു, ഞാൻ നമ്മുടെ നോർമലി നോക്കില്ലല്ലോ സംവിധാനം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ കണ്ടു. ബഷീർ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ചും കണ്ടു, അല്ലെങ്കിൽ റോഷൻ അഭിനയിച്ചാവാം വിചാരിച്ച് കണ്ടു. പക്ഷെ അതൊന്നുമല്ല, ഇതാരും ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിം. ഗംഭീരം. ഞാൻ പറഞ്ഞു, നല്ല മേക്കിംഗ് കേട്ടോ. ആണോ ചോദിച്ചു. അതെ, ഞാനാണ് എൻ്റെ സംവിധായകൻ. ഞാനാണോ? പിന്നീട് ഉണർവ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അവാർഡ്സ് ഇപ്പോഴും ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ബഷീറിൻ്റെ അവാർഡിൻ്റെ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, എടോ നിങ്ങൾ വരണം, ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നായകനാണോ? നായകനൊന്നുമല്ല, നിങ്ങൾ വരണം. ഞാൻ വിളിച്ച വരൂലേ? ഞാൻ വരും. ഞാൻ എന്താണ്? വ്യത്യസ്തമായ വേഷമാണോ? ഞാൻ എന്താണ്? പോലീസാണ്. വ്യത്യസ്തം. എനിക്കേ നമ്മൾ 100ൽ 99 പോലീസ് സ്റ്റേഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യത്യസ്തം. പക്ഷേ ബഷീർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീജിത്തുണ്ട്, മൊത്തം ക്രൂ, രതീഷ് പാലോടുണ്ട് അസോസിയേറ്റ്, മൊത്തം ക്രൂ സിനിമാക്കാരാണ്. വളരെ ഗംഭീരം. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ആരാണ് ഹീറോ? അപ്പം അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ മാറി ഒരു ഭയങ്കര ഞാൻ വെച്ചൊരു ഫോറിനറായിരിക്കും, ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളായിരിക്കും ധരിച്ചു, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, അങ്ങനെ ഒരാൾ മാറി നിൽപ്പുണ്ട്. അപ്പം ബഷീർ പറഞ്ഞു, ഇദ്ദേഹമാണ് ഈ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, കാരണം നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നിൽപ്പുണ്ടേ, ജാടയായിരിക്കുന്നത്. പക്ഷേ സംഭവം ജാടയല്ല, ആദ്യമായി അഭിനയിക്കുന്നതിൻ്റെ അതുകൊണ്ടൊന്നും മാറി നിന്നാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര മനുഷ്യനാണ് മനസ്സിലായി. പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വെല്ലുവിളിയായി. ഞാൻ പറഞ്ഞു, ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾ കുറേ ദൂരം മലയാള സിനിമയിൽ പോകുമെന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒട്ടും അതിഭാവുകത്വമില്ലാതെ ആ കഥാപാത്രത്തിന് വളരെ നാച്ചുറൽ. ബഷീർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. ഈവൻ സലീമക്കയുടെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം മലയാള സിനിമയുടെ ഒരുപാട്, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ വലിയൊരു പടം, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ, ഇല്ലാത്തവരില്ല അല്ലേ, എല്ലാവരും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസറാണ്. ഒരുപാട് സിനിമ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു സജഷൻ പറയുക, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ളൊരു ആക്ടറാണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കഥാഗതിയെക്കുറിച്ചോ അതിൻ്റെ കഥാസാരത്തെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ കാണാൻ പോവുകയാണതല്ലേ, നമ്മൾ കാണുന്നു. അപ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എന്തായാലും അഭിനയിച്ചപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വൈബ് തോന്നും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എത്രയോ ഷോർട്ട് ഫിലിംസ് ഒക്കെ അഭിനയിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുകയും ഈ ഫംഗ്ഷനിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷൂട്ടുള്ള ദിവസമാണ്. പക്ഷേ ബഷീർ പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിലുണ്ടല്ലോ, ഇതാണ് എൻ്റെ പറയുന്നത്, വന്നിട്ട് പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന ആളല്ല, താടി വെച്ച് സാധ്യതയെപ്പോലെ ഇരിക്കുന്നെങ്കിലും കണ്ണാടി വെച്ചിരിക്കുന്ന വെച്ചാൽ ദേഷ്യം കണ്ണിലെ ആ ചുവപ്പ് മറയ്ക്കാനാണ്. അപ്പോൾ
എൻ്റെ അടുത്ത് ചൂടായി പറഞ്ഞു വന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് വന്നു, കാരണം കോഴിക്കോടും ഇയാൾ കൊണ്ടുകൊണ്ട് ആ സെറ്റപ്പ്. അതുകൊണ്ട് എന്തായാലും ഇത് തീർച്ചയായും നിങ്ങളെ മനസ്സിനെ ഒന്ന് തൊട്ടുകൊണ്ട് എന്താ പറയുക, ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഇമോഷണൽ ആവും എന്ന് 100% ഗ്യാരണ്ടിയോട് ഞാൻ പറയാം. ഇത് ഒരുപാട് ദൂരം മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് മഹാനടന്മാരുടെ പേജുകളിലൂടെ ഇത് റിലീസാകാൻ പോകുന്നത്. നാളെയാണ് എൻ്റെ റിലീസ്. ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് നോട്ട് ഓൺലി ആസ് എ ഫിലിം ബട്ട് ഓൾസോ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് പറയുന്ന, എന്നാൽ ഫാമിലി, പോലീസുകാരനും ഫാമിലി ഉണ്ട്. ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വാക്യം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ കലന്തൻ ബഷീർ ആൻഡ് ടീം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ അസ്. ഒരു നല്ലൊരു സിനിമയിൽ പങ്കെടുത്തതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബഷീറിൻ്റെ പെർമിഷനോടുകൂടി ഇതിൻ്റെ DOP ശ്രീജിത്തിന് മൈക്ക് കൈമാറും. എല്ലാവർക്കും നമസ്കാരം. ബഷീർക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തേത് കുട്ടിയോദ്ധാവ്, രണ്ടാമത്തെ ഈ സിനിമ. ബഷീർക്കയുടെ ഡയറക്ഷനും സലീംക്കയുടെ അഭിനയത്തിന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനിയുമെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് കലന്തൻ ബഷീറാണ്. കഥയും തിരക്കുന്ന സംവിധാനമൊക്കെ അദ്ദേഹമാണ്. എങ്കിലും രണ്ടും ടച്ച് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സിനിമയാണത്. അതായത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോലീസുകാരനും ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ലഹരി എന്ന് പറയുന്ന ഒരു അതിവിപത്തിനെ തരണം ചെയ്യുന്ന ഒരു സീക്വൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കലന്തന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം ഞാനും കണ്ടിട്ടില്ല. ഇത് പോലീസുകാരൻ്റെ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെയായിട്ടുള്ള സ്റ്റോറിയാണ്. കാരണം ഞാൻ ചെയ്യുന്ന 9ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഈ ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ. അപ്പം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ചില നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. കാരണം എത്രത്തോളം നമ്മളെ മാതാപിതാക്കൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിരിക്കും ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ. കാരണം ഇന്നവരെ കാണാത്ത രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഈ പോലീസുകാരൻ്റെ ഒരു മകനിൽ കൂടി ഞാൻ കൊണ്ടുപോയത്. കേരള പോലീസിൻ്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ആദ്യം കുട്ടിയോദ്ധാവ് എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള പോലീസ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. കാരണം എനിക്ക് പോലീസ് വാഹനങ്ങൾ, അതുപോലെ ഇത് ഒറിജിനൽ പോലീസ് ഓഫീസറൊക്കെ അഭിനയിക്കുന്ന മുമ്പ് ഇത് CI, അതുപോലെ SI, അങ്ങനെ കുറച്ച് പോലീസ് ഓഫീസർമാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂട്ടിങ്ങും എല്ലാ ഹെൽപ്പുകളും കേരള പോലീസിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരായാലും അത് പോലീസുകാരനാകുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും ബലവും ധൈര്യവും അവരിൽ കൂടി കിട്ടുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ കേരള പോലീസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. സത്യത്തിൽ ഒരു കഥയിലും മാറ്റം വരുത്തുന്ന രീതിയിലോ അല്ലെ പോലീസുകാരനെ വേദനിപ്പിക്കുക, ഒരു പാവം പോലീസുകാരൻ്റെ കഥയാണ്. ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു പാവം പോലീസുകാരൻ. അദ്ദേഹം അതാണ്. അത് പോലീസുകാരെ മോശമാക്കൊണ്ടൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അത് ചിലപ്പോൾ അടുത്ത് തന്നെ നടക്കും. ഞാൻ ഇതിൻ്റെ ഉന്നത പോലീസ് ഓഫീസറോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. കാരണം കേരളത്തിലെ എല്ലാ പോലീസ് ഓഫീസർമാരെ അഭിനയിച്ചുകൊണ്ടുള്ളൊരു സിനിമ അത് ഉടനെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം പോലീസുകാരിൽ നല്ല കലാകാരന്മാരുണ്ട്. അവർ തന്നെ ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തുകൊണ്ടുള്ളൊരു സിനിമ അടുത്തുണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കഥാപാത്രവും ഡിഫറൻ്റാണ്. ഇപ്പോൾ പോലീസുകാരനാണ്, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസിലെ പോലീസുകാരനായിരിക്കില്ല ഫയർമാൻ്റെ പോലീസുകാരൻ. പോലീസാണ് അയാളുടെ ജോലി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ആ കഥാപാത്രങ്ങൾ അതിലുണ്ടാവില്ല. ഞാൻ സമീപിക്കാറ് അങ്ങനെയാണ്. അല്ലാതെ പോലീസ് വേഷമാണ് അതുകൊണ്ട് ചെയ്യില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു മണ്ടത്തരമാണ്. ഓരോ പോലീസ് കഥാപാത്രത്തിനും താത്വിക അവലോകനം എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടറുണ്ട്. ഫയർമാനിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, മെമ്മറീസിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, ഒപ്പത്തിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസ് ക്യാരക്ടറുണ്ട്. പക്ഷേ ഈ ഓരോ പോലീസ് കഥാപാത്രത്തിനും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് വ്യത്യസ്തത ഉണ്ടാവും. അവർ വളർന്നു വരുന്ന രീതി, ജീവിത സാഹചര്യങ്ങൾ, കഥയിലെ സാഹചര്യങ്ങൾ, കഥയിൽ അത് പ്ലേസ് ചെയ്യുന്ന രീതി,
ഇത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ പോലീസ് ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള. പിന്നെ ആസ് ഫാർ ആസ് ഏതൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ റീൽസിലോ നാടകത്തിലോ സ്റ്റേജ് പ്രോഗ്രാമിലോ വിളിക്കുമ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അതർ ദാൻ പാസിംഗ് ഷോട്ട്, അത് ഒരു പാസിംഗ് ഷോട്ടിൽ പോലും വിസ്മയം തീർത്തിട്ടുള്ള നടന്മാരുണ്ട്, ആ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടുന്ന കഥാപാത്രം എങ്ങനെ നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കഥാപാത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പത്തിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് എൻ്റെ കഥാപാത്രത്തിന് കുറേ കോൾസ് എനിക്ക് വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ദിവസം എവിടെയായിരുന്നു ഷൂട്ടിംഗ് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ദിവസമേ അഭിനയിച്ചിട്ടുള്ളൂ പടത്തിനകത്ത്. സിനിമയിൽ ത്രൂ ഔട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസുകളിൽ വരുന്നൊരു കഥാപാത്രമാണ്. അതിനകത്ത് നമുക്കുള്ള കഥാപാത്രത്തിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് വലിപ്പച്ചെറുപ്പവും ഇതൊന്നും ഇതിനകത്ത് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തില്ല. ഈവൻ മണി പോലും ഞാൻ എത്ര പൈസ കിട്ടുമെന്നുള്ളതൊക്കെ വരുന്നത് അവസാനമാണ്. കഥാപാത്രത്തിന് എന്ത് ചെയ്യാനുണ്ട്, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്കെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. താങ്ക് യു. ഇത് ഓരോന്നോരോ മീഡിയമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാനെന്ന് വെക്കുക, എനിക്ക് കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ പാസഞ്ചേഴ്സ് IAS മാത്രം ഡീസൻ്റ് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. വെള്ളോടിക്കാരനുണ്ടാവും, അസുഖമായിട്ട് പോകുന്നവരുണ്ടാവും, പിള്ളേരുണ്ടാവും, പല ടൈപ്പ് പാസഞ്ചേഴ്സ് ആയിരിക്കും. കുണ്ടുകുഴിയുള്ള റോഡുണ്ടാവും, നല്ല റോഡുണ്ടാവും. എൻ്റെ ജോലി വണ്ടി ഓടിക്കലാണ്, സേഫായിട്ട് അവരെത്തിക്കാൻ നോക്കാം. അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. സീരിയലാണ്, സിനിമയാണ്, ഷോർട്ട് ഫിലിമാണ്, തെരുവ് നാടകമാണ്, റീലാണ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. നമ്മൾ ഒരു ആസ് എൻ ആക്ടർ വി ഷുഡ് പെർഫോം എവറി റൂൾ വി ഷുഡ് ഗെറ്റ് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2, ഇത് ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. സീരിയൽ കാണുന്ന ഓഡിയൻസിന് സിനിമയിലെ വലിയ നടന്മാരെ അറിഞ്ഞുകൂടാൻ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വല്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമയിൽ വലിയ റോളിയായിട്ടുള്ള ആളെ തിരിച്ചറിയത്തോലുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ ആ ശ്രേണിയല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെയൊക്കെ ക്യാരക്ടർ ആക്ടേഴ്സ് നമ്മളെ പോലെ ചെയ്യുന്നു. അതേസമയം സീരിയൽ മാത്രം കാണുന്ന ഒരാൾക്ക് സിനിമ കാണാൻ അറിയില്ല. അതുപോലെ സിനിമ മാത്രം കാണുന്ന ആൾക്ക് സീരിയൽ അറിയില്ല. നമുക്ക് തന്നെ നമ്മൾ അഭിനയിക്കുന്ന സീരിയലിലുള്ള വേറൊരാളെ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ പറ്റില്ല. ഒരു ദിവസം ഒരു പ്രസ് മീറ്റിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ ഞാൻ അഭിനയിച്ച ഒരു പടത്തിൽ ഒരു പയ്യനെ വിളിച്ചിരുത്തി ഭയങ്കരമായിട്ട് ഒരു സംഭവം. ഞാൻ ആരാതെന്ന് ചോദിച്ചു. കാരണം സിനിമ സീരിയൽ നമ്മളെ ഒരുവിധപ്പെട്ടെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ പറഞ്ഞ പ്രസ് മീറ്റിലെ ചോദ്യങ്ങൾ മുഴുവൻ പയ്യനെടുത്താണ്. നമ്മളൊക്കെ ഇരിപ്പുണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവരുടെ ഒന്നും ചോദ്യം വരുന്നില്ല, എല്ലാം പയ്യനെടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ കൃഷി എന്ന് ചോദിച്ചാൽ പറഞ്ഞു റീൽസിലെ പുലിയാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ചാനലിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത് മറ്റേ പൊടയും എന്ന ഒരു പേരുണ്ട്, മീൻകറിയും മറ്റേ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ ആളാണ്. അപ്പോൾ അതിന് ഓഡിയൻസ് ഉണ്ട്, ടിക്ടോക്കിന് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് വെച്ചിട്ടുള്ള ചലഞ്ച്. അല്ല, ഞാൻ പറഞ്ഞില്ലേ റീൽസിന്റെ ഫോർമാറ്റ് വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. പറഞ്ഞു മനസ്സിലായില്ലേ? റീൽസിൽ ഒരു 2-30 സെക്കൻഡിനകത്ത് അഭിനയിക്കുന്ന രീതി വെച്ചുകൊണ്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ സിനിമ എന്നുള്ള മീഡിയം മനസ്സിലാക്കി അഭിനയിച്ചാൽ ഓക്കെയാണ്. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന രീതി വെച്ചിട്ട് സീരിയലിൽ പോയി പണി പാടും. സീരിയൽ അഭിനയിക്കുന്ന വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. സ്റ്റേജിൽ മിമിക്രി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്പീഡ് പോട്ടെ ആ പരിപാടി വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. സിനിമ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന പരിപാടി വെച്ചുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക് സിനിമയിൽ പോയ പണി പാടും. റിയലിസ്റ്റിക് സിനിമയുടെ അഭിനയ രീതി വേറെയാണ്. ആർട്ട് ഫിലിമിന്റെ ഓരോന്നിനും ഓരോ മീഡിയം മനസ്സിലാക്കി അഭിനയിക്കുക, അത്രേ ഉള്ളൂ.